ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഹാക്കായി പോകാൻ കാരണമായ എല്ലാ യൂട്യൂബേഴ്സിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സൈബർ അറ്റാക്കിനെ കുറിച്ചായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇവർ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ടെക് ചാനൽസിനെയും അതുപോലെ ഫുഡ് വ്ളോഗേഴ്സിനെയും കുക്കിംഗ് ചാനലിനെയുമാണ്. കാരണം ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉള്ളത് ഈ നീഷയിലുള്ള ചാനൽസിനാണ്. വേറൊരു റീസണും കൂടെ ഉണ്ട്, നമുക്കതിലേക്ക് വരാം. നമ്മൾ ഇത്രയും സ്ട്രോങ് പാസ്വേഡും മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷനും എല്ലാം കൊടുത്തിട്ടും ഈ ഹാക്കേഴ്സ് എങ്ങനെയാണ് നമ്മളെ പറ്റിച്ചുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്യുന്നത്? ഇങ്ങനെ ഹാക്ക് ആവാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനി അഥവാ ഇങ്ങനെ ഹാക്കായി പോയാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് എല്ലാവരിലേക്കും എത്തിക്കുക. ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഹാക്കായി പോയായിരുന്നു. കുറേ ആൾക്കാരുടെ വർഷങ്ങളുടെ അധ്വാനമാണല്ലേ ഒരു ചെറിയ അശ്രദ്ധ കാരണം പോയത്. അപ്പോൾ എങ്ങനെയാണ് ഈ അറ്റാക്കേഴ്സ് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 2 അറ്റാക്ക് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ അക്കൗണ്ട് അവർ ടേക്ക് ഓവർ ചെയ്യുന്നത്. 1 സോഷ്യൽ എഞ്ചിനീയറിംഗ്, 2 സെഷൻ ഹൈജാക്കിംഗ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇവരാദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റ് വാങ്ങും അല്ലെങ്കിൽ ഉണ്ടാക്കും. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേരെന്ന് പറയുന്നത് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും കമ്പനിയുടെ പേരിന് സാമ്യമായിട്ടുള്ള ഒരു പേരായിരിക്കും. ഈ പേരും വെബ്സൈറ്റിൻ്റെ ഡിസൈനും എല്ലാം കാണുമ്പോൾ ഇത് ശരിക്കുള്ള വെബ്സൈറ്റ് ആണെന്ന് വിചാരിക്കത്തുള്ളൂ. ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് VPN അല്ലെങ്കിൽ ആൻറ്റി വൈറസിൻ്റെ കമ്പനികളുടെ വെബ്സൈറ്റ് ആയിട്ടാണ്. വെബ്സൈറ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമുകളിലും ശരിക്കുള്ള കമ്പനികളുടെ പേജിന് ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു അറ്റാക്കറാണെന്ന് വിചാരിച്ചോളൂ. ഞാനൊരു ഡൊമൈൻ നെയിം വാങ്ങും, abcantivirus.com. എന്നിട്ട് ആ ഒരു ഡൊമൈൻ നെയിം വെച്ചിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കും. ആ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ശരിക്കുള്ള ഒരു അടിപൊളി ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറിൻ്റെ വെബ്സൈറ്റ് പോലെ ഇരിക്കും. ഒറ്റ നോട്ടത്തിൽ ഒരു ജെന്യുവൻ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറിൻ്റെ വെബ്സൈറ്റ് ആണെന്നേ വിചാരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവർ ഓരോ യൂട്യൂബ് ചാനലിൻ്റെ ഓണേഴ്സിനെയും കോൺടാക്ട് ചെയ്തിട്ട് ഇവരെ സ്വന്തമായിട്ട് പരിചയപ്പെടുത്തും. ഞാനൊരു ആൻറ്റിവൈറസ് കമ്പനിയുടെ ഓണറാണ്, ഞങ്ങളൊരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, പുതിയൊരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷണൽ പർപ്പസസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നമ്മൾ പൈസ തന്ന് സ്പോൺസർ ചെയ്യാമെന്ന് പറയും. ഈ ഒരു സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് അവർ നമ്മളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. 1, ഈ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ള ഒരു ഹൗ ടു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു റിവ്യൂ ഇടണം, അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണ് യൂസ് ചെയ്യാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടണം. അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഞാനാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഞാൻ ABC ആൻറ്റിവൈറസ് എന്ന് പറയുന്ന കമ്പനിയുടെ മാർക്കറ്റിംഗ് ടീമിൽ നിന്നാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ചാനൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് നല്ല കണ്ടൻസ് ആണ്, അതാണ് ഇതാണ്. ഞങ്ങൾ പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പ്രൊമോഷണൽ പർപ്പസിനായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ നമ്മൾ സ്പോൺസർ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ആകെപ്പാടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ആൻറ്റിവൈറസ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നിങ്ങളുടെ ഒരു വീഡിയോയിൽ പറഞ്ഞ് നിങ്ങളുടെ വ്യൂവേഴ്സിനെ, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കുക. ഇത്രയും ചെയ്യുന്നതിന് ഞാൻ നിങ്ങൾക്ക് $400 തരാം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ abcantivirus.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി നോക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള മെയിലായിരിക്കും. അപ്പോൾ ഒരു ചാനലിൻ്റെ ഓണർ ആ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം കൊള്ളാം, നല്ലൊരു ഒറിജിനൽ വെബ്സൈറ്റ് പോലെയുണ്ട്. സോ ഈ ഒരു പ്രോഗ്രാമിന് എഗ്രി ചെയ്യും. ഈ ഒരു സ്പോൺസർഷിപ്പ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അടുത്ത മെയിലിൽ ഈ പറയുന്ന ആൻറ്റിവൈറസിൻ്റെ സെറ്റപ്പ് ഫയലിൻ്റെ ഡൗൺലോഡ് ലിങ്ക് അയച്ചു തരും. ഈ ഡൗൺലോഡ് ലിങ്ക് എന്ന് പറയുന്നത് ആ ഒരു മെയിലിനകത്ത് തന്നെ കാണുമെന്നില്ല. ചിലപ്പോൾ ആ മെയിലിനകത്ത് ഒരു അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഒരു PDF കാണും, അല്ലെങ്കിൽ ഒരു ഡോക് ഫയൽ കാണും. അതിനകത്തായിരിക്കും ഈ ഒരു ലിങ്ക് വരുന്നത്. ശരിക്കും ആ ഒരു ആൻറ്റിവൈറസിൻ്റെ ഡൗൺലോഡ് ലിങ്കിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ എന്ന് പറയുന്നത് ആൻറ്റിവൈറസ് ആയിരിക്കത്തില്ല, ശരിക്കും അതായിരിക്കും ഒരു വൈറസ്. ഇങ്ങനെയാണ് നമ്മളെ പറ്റിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് ഒരു സോഫ്റ്റ്വെയർ നമ്മളെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുന്നത്. ഇതാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു മാൽവെയർ പ്രോഗ്രാം എന്തായിരിക്കും ചെയ്യുന്നത്? മെയിനായിട്ട് 2 കാര്യങ്ങളാണ്. 1, നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഹാക്കേഴ്സിന് ഒരു റിമോട്ട് ആക്സസ് കൊടുക്കും. എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള എല്ലാ ഫയൽസ് ആക്സസ് ചെയ്യാനും, വെബ് ക്യാം, മൈക്ക് അതുപോലുള്ള ഡിവൈസസ് ആക്സസ് ചെയ്യാനും ഈ ഒരു കമ്പ്യൂട്ടറിലേക്കുള്ള മുഴുവൻ ആക്സസ് ഒരു ഹാക്കറിന് റിമോട്ടായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. നമ്മുടെ ഫയൽസും പേഴ്സണൽ ഡീറ്റെയിൽസും ഈ ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടും. രണ്ടാമത് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രൗസറിനകത്ത്, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വെബ് ബ്രൗസറിനകത്ത് നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടിനെ ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ടുള്ള കുക്കീസ് ഹാക്കേഴ്സിന് അയച്ചു കൊടുക്കും. എന്താണ് ഈ കുക്കീസ്? ഈ കുക്കി എന്ന് പറഞ്ഞാൽ കീ വാല്യൂ പെയറാണ്. നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഒരു ചെറിയ കോഡായിട്ട് ഇതിനെ കാണാം. നമ്മൾ ഓരോ തവണ യൂട്യൂബിലേക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കോഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത്
നമ്മുടെ ബ്രൗസറിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിൽ ഒരു കുക്കി സെറ്റ് ആവും. നമ്മൾ യൂട്യൂബിൻ്റെ തന്നെ അടുത്ത പേജിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ലോഗിൻ ആയി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുക്കി നമ്മുടെ ബ്രൗസറിനകത്ത് സെറ്റ് ആവുന്നത്. നമ്മൾ അടുത്ത പേജിലേക്കുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു റിക്വസ്റ്റിൻ്റെ കൂടെ ഈ ഒരു കോഡും കൂടെ അയക്കും. അങ്ങനെയാണ് യൂട്യൂബ് മനസ്സിലാക്കുന്നത് ഇന്ന ആൾ തന്നെയാണ് ഈ ഒരു പേജും ആക്സസ് ചെയ്യുന്നത്, ഇന്ന അക്കൗണ്ട് തന്നെയാണ് ആക്സസ് ചെയ്യുന്നതെന്ന്. സാധാരണഗതിയിൽ ഈ ഒരു കുക്കി എക്സ്പയർ ആവുന്നത് നമ്മൾ യൂട്യൂബിൽ നിന്നും സൈൻ ഔട്ട് ചെയ്യുമ്പോഴാണ്. ഈ ഹാക്കേഴ്സ് അയച്ചു തരുന്ന ഫയൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്രൗസറിനകത്തുള്ള യൂട്യൂബിൻ്റെ ആക്റ്റീവ് കുക്കീസ് അവരുടെ കയ്യിലാവും. അങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് സെഷൻ അവർ ഹൈജാക്ക് ചെയ്യുന്നത്. ഇതിനെയാണ് സെഷൻ ഹൈജാക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനൽ അവരുടെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മാറ്റും, അതുപോലെ മൾട്ടി ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റും, അതുപോലെ റിക്കവറി ഇമെയിൽ ID ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം മാറ്റും. അതുകൊണ്ട് നമുക്ക് പിന്നെ അത് ഡയറക്റ്റ് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് സെഷൻ ഹൈജാക്കിംഗ് ആയതുകൊണ്ടും ഹാക്കേഴ്സിന് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടും മൾട്ടി ഫാക്ടർ ഒതൻറ്റിക്കേഷൻ വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് യൂട്യൂബ് ചാനലുകൾ നമ്മുടെ കയ്യിൽ നിന്നും എന്നേക്കുമായി നഷ്ടപ്പെടുന്നത്. ഇനി ഇവർ നമ്മുടെ ചാനൽ മോഷ്ടിച്ചെടുത്തിട്ട് എന്താണ് ചെയ്യുന്നത്? പലരും പലതാണ് ചെയ്യുന്നത്. ചിലർ ഇത് വേറൊരാൾക്ക് മറച്ചു വെക്കും, അതും കോടികൾക്കായിരിക്കും മറച്ചു വെക്കുന്നത്. ചിലരാണെങ്കിൽ നമ്മുടെ ചാനലിനകത്തുള്ള കണ്ടൻസ് എല്ലാം മാറ്റിയിട്ട് അവരുടേതായ കണ്ടൻസ് ഇടും. ചിലരാണെങ്കിൽ ഒന്നും ചെയ്യത്തില്ല, അവർ ആ ചാനൽ അങ്ങനെ തന്നെ വെച്ചിട്ട് അതിൻ്റെ റവന്യൂ എടുത്തുകൊണ്ടിരിക്കും. ഇനി നിങ്ങളുടെ അക്കൗണ്ട് ഹാക്കായി പോയെന്ന് വെച്ചോളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മെത്തേഡ് വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ട് ഹാക്കായി പോയെന്ന് വെച്ചോളൂ. ഇതറിഞ്ഞാലുടൻ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള റിക്കവറി ഇൻഫർമേഷൻ വെച്ചിട്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ നോക്കുക. ഇനി അത് പറ്റിയില്ല എന്ന് വെച്ചോളൂ, ഹാക്കേഴ്സ് ഓൾറെഡി നമ്മുടെ റിക്കവറി ഇൻഫർമേഷൻ എല്ലാം മാറ്റിയെന്ന് വെച്ചോളൂ, ഉടൻ തന്നെ ഗൂഗിളിനെ കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു ഇൻഫർമേഷൻ പറയുക. ഗൂഗിൾ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ഇങ്ങനെ ഹാക്കായി പോയ 99% അക്കൗണ്ടുകളും അവർ റിക്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ നമ്മുടെ അക്കൗണ്ട് ഹാക്കായി പോവാതിരിക്കാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഗൂഗിൾ ടാഗ് അല്ലെങ്കിൽ ഗൂഗിൾ ത്രെറ്റ് അനാലിസിസ് ഗ്രൂപ്പ് ഇതിന് വേണ്ടിയിട്ട് ഓൾറെഡി ആക്ഷൻസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പുതിയ സെക്യൂരിറ്റി മെഷേഴ്സ് കൊണ്ടുവരുന്നുണ്ട്, ബ്രൗസർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റെപ്സ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ നമ്മുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റെപ്സ് ഹാർഡൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഗൂഗിളിൻ്റെ സൈഡ് അവിടെ നിൽക്കട്ടെ, നമ്മുടെ സൈഡിൽ നിന്നും എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സേഫ് ആണെന്ന് ഉറപ്പല്ലാത്ത ഒരു സൈറ്റുകളിൽ നിന്നും നമ്മൾ ഒരു ഫയലും ഡൗൺലോഡ് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് അതൊരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഇട്ട് സ്കാൻ ചെയ്യാതെ ഒരിക്കലും ഓപ്പൺ ചെയ്യരുത്. അത് ഏത് ടൈപ്പ് ഫയലായിരുന്നാലും ശരി, EXE ആയിരുന്നാലും ശരി, വേറെ ഏത് ഫയലായിരുന്നാലും ഒരിക്കലും സ്കാൻ ചെയ്യാതെ ഓപ്പൺ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 ലൈൻ കോഡ് നമ്മുടെ കമ്പ്യൂട്ടറിൽ റൺ ചെയ്താൽ മതി ഹാക്കേഴ്സിന് നമ്മുടെ കമ്പ്യൂട്ടറെ ടേക്ക് ഓവർ ചെയ്യാം. ഈ കോഡ് EXE ഫയലിൽ തന്നെ ആവണമെന്നില്ല. ഇത് ആൻഡ്രോയിഡ് ഡിവൈസിനും iOS ഡിവൈസിനും എല്ലാത്തിനും ബാധകമാണ്. 3, നമ്മുടെ ഗൂഗിൾ ക്രോമിൻ്റെ എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിംഗ് പ്രൊട്ടക്ഷൻ എനേബിൾ ചെയ്യുക. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ ഉള്ള സൈറ്റിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും അത് വാർണിംഗ് കാണിക്കും. ഈ ഒരു വാർണിംഗ് സീരിയസ് ആയിട്ട് എടുക്കുക, അത് പഠിക്കുക. പിന്നെ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്യുക. അത് നിങ്ങളുടെ പാസ്വേഡ് എങ്ങാനും കളഞ്ഞു പോയാൽ ഈ ഒരു ഓതൻറ്റിക്കേഷൻ ഉള്ളതുകൊണ്ട് വേറെ ആർക്കും ഇതിലേക്ക് കയറാൻ പറ്റത്തില്ല. ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.